ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിപ്സുകളെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനിത് പറഞ്ഞു തീർത്ത് പോവേ. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഡെയിലി ഏട്ടന് ചോറ് കൊടുത്തു വിടുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വൻപയറും പച്ചക്കായും വെച്ചിട്ടില്ല. 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഒരു ദിവസം വൻപയർ കുതിർത്ത് വെച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ ചുമ്മാ കായക്കറിയിൽ ഇട്ട് നോക്കിയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. ഞാൻ അതിന് വേണ്ടി കുറച്ച് വൻപയറും അതേപോലെ തന്നെ പരിപ്പും എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായ മുറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ചെറിയുള്ളിയും ജീരകവും അതേപോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടെ മുറിച്ച് കൊടുക്കണം. എന്നിട്ട് വെന്ത ശേഷം അതിലേക്ക് 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർക്കുക. ആ തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരയണം. നല്ലോണം അരഞ്ഞാൽ മാത്രമാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങ അരച്ചിട്ട് നല്ല ടൈറ്റാണെന്ന് തോന്നി, കറിയിലൊന്ന് നല്ല കട്ടിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർക്കുക കേട്ടോ. പിന്നെ ഇതിന് ടേസ്റ്റ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വറുത്തിടുന്നതാണ് കേട്ടോ. വറുത്തിടുമ്പോൾ ചേർക്കുന്ന ചേരുവകളാണ് ഇതിലൊരു കറിക്ക് ടേസ്റ്റ് കൂടാൻ സഹായിക്കുന്നത്. അപ്പം ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് കടുകും 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് തേങ്ങയും ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങ ഇടുമ്പോഴാണ് ഈ ഒരു കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ ചില കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം ഒരു കായ്ക്കറി ഉണ്ടാവും. ഈ ഒരു കറീൻ്റെ ഒക്കെ മണവും ടേസ്റ്റുമാണ് കേട്ടോ. നല്ല രസമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമായിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ, ഫീഡ്ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.